ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സങ്കീർത്തനം 119:71 പറയുന്നുണ്ട്, കഷ്ടതകൾ എനിക്ക് ഉപകാരമായി, അവയിലൂടെ അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്ന്. ഇതാ കഴിഞ്ഞ 34 വർഷത്തോളമായി ദൈവാനുഗ്രഹത്താൽ നവീകരണ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. അതിനുള്ള യോഗ്യതയൊന്നുമില്ല. മുൻപ് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന ആ മുറയനുസരിച്ച്, കാരണം ഓഗസ്റ്റ് മാസത്തോടടുക്കുമ്പോൾ ആ ഓർമ്മകൾ എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഒരു ഓഗസ്റ്റ് മാസമാണ് ആദ്യമായിട്ട് നമ്മുടെ ആ ഭവനത്തിൽ കൊച്ചിയിൽ നിന്ന് വിക്ടർ ബ്രദർ വന്ന് ഓഗസ്റ്റ് 19 34 വർഷത്തിന് മുമ്പ് വിക്ടർ ബ്രദർ വന്ന് പൊതുവായിട്ട് ഒരു വചനപ്രഘോഷണവും വിടുതൽ പ്രാർത്ഥനയൊക്കെ നടത്തി. അന്ന് മുതൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ബ്രദറിൻ്റെ കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ പോകുമായിരുന്നു. പിന്നെ IMS ധ്യാന കേന്ദ്രം, ഭരണങ്ങാനം അസീസി, ഇവിടെ കൊടുമ്പിടി താബോർ ധ്യാന കേന്ദ്രം, മുരിങ്ങൂർ ഡിവൈൻ, ഇവിടെയൊക്കെ പല ധ്യാനങ്ങൾ മാറി മാറി കൂടി. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അപ്പച്ചൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് IMS ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ ഡയറക്ടറായ ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ മത്തായി 6:33 ആ വചനം, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന വചനമാണ് എന്നെ സ്പർശിച്ചത്. വചനം വല്ലാതെ, അതിനു മുൻപൊക്കെ വചനങ്ങൾ കേൾക്കുകയും ബൈബിളൊക്കെ വായിക്കുകയും കാറ്റീസൊക്കെ പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ എന്നിൽ സംഭവിക്കുന്നതായിട്ട് തോന്നി. കാരണം അപ്പച്ചൻ കുടിച്ച് ചോരയൊക്കെ ഛർദ്ദിച്ച് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് കിടക്കുന്ന, ഇനി ഈ ലോകത്ത് ദൈവം വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയത്തക്ക രീതിയിൽ ഡോക്ടർമാർ ഉപേക്ഷിച്ചു. ആളാണെങ്കിൽ രക്ഷപ്പെടണമെന്നില്ല, രക്ഷപ്പെടും എന്നല്ല, അതിനു പകരം മരിച്ചാൽ മതി, ആത്മഹത്യാ ചിന്ത. പലതവണ അപ്പച്ചൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുടുംബത്തോടെ മരിക്കാൻ വേണ്ടി വിഷമം മേടിച്ച് വെച്ചിട്ടുണ്ട്. കടബാധ്യതകൾ, ബിസിനസ് തകർച്ച, എപ്പോഴും അപ്പനും അമ്മയ്ക്കും മാറി മാറി രോഗാവസ്ഥകൾ. ചെകുത്താൻ കയറിയ വീടെന്നൊക്കെ പറഞ്ഞൊരു പാട്ടിലൊക്കെ പാടുന്ന കേട്ടില്ല, അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇന്ന കാരണമെന്നില്ല, തകർച്ചകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ തൊട്ടതിലെല്ലാം തകർച്ചകളും നാശങ്ങളും ആയിരുന്നു. എന്തു ചെയ്താലും അഭിവൃദ്ധി കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. നിയമാവർത്തനം 28:13 പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാകും, അധോഗതി ഉണ്ടാവുകയില്ല എന്ന്. നിയമാവർത്തനം 28:10 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ സകലരും നിന്നെ ഭയപ്പെടും എന്ന്. അതേ കർത്താവിൻ്റെ നാമം ഞങ്ങൾക്ക് രക്ഷ നൽകി. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം 100% ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങി. മദ്യപാനിയായ അപ്പൻ, ഞാനാണ് ആദ്യമായിട്ട് വചനം കേട്ടിട്ടൊക്കെ ധ്യാനം കൂടിയായിട്ടൊക്കെ വന്നത്. അപ്പൻ അറിയാതെ ഒളിച്ചും പാത്തുമാണ് അമ്മ വചനം കേൾക്കാനൊക്കെ വിട്ടത്. പക്ഷേ അപ്പന് എന്തൊക്കെയാണ് കുടുംബത്തിൽ അടിമുടി സംഭവിക്കുമെന്നറിയില്ല. അപ്പനൊരു ധ്യാനം കൂടാനിടയായി. പിന്നെ കുടുംബത്തിലെല്ലാവരും പറഞ്ഞു വിട്ടു. എല്ലാ ദിവസവും അതിനുശേഷം കുടുംബത്തിലെല്ലാവരും മുടങ്ങാതെ കുർബാനക്ക് പോകണം. കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് നടത്തിയിരിക്കും. വചനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പം വെളുപ്പാങ്കാലത്ത് അപ്പൻ ഒറ്റയ്ക്ക് രാവിലെ എഴുന്നേറ്റ് കുന്തിരിക്കമൊക്കെ പുകച്ച് കുളിച്ച് ഒരുങ്ങി വന്ന് കുന്തിരിക്കമൊക്കെ പുകച്ച് വീട്ടിലൊക്കെ വീടിൻ്റെ ചുറ്റും നടന്നും അകത്തുമൊക്കെ കുന്തിരിക്കമൊക്കെ പുകച്ച് കൊന്തയൊക്കെ ചൊല്ലി കരഞ്ഞ്, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ നിറക്കേണമേ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യം കിട്ടി. തകർന്ന് തരിപ്പണമായി ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുകയില്ലെന്നുള്ള അവസ്ഥയും ചിന്തയുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ യെശയ്യാ പ്രവചനം 45:2-3 ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിത്തളക്കോട്ടകൾ തകർക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും ചെയ്തു. അപ്പനും അമ്മയ്ക്കും മാറി മാറി രോഗവും ആശുപത്രി അഡ്മിറ്റും. ഞാനൊക്കെ ഏകദേശം
5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം അമ്മേനെയും ആശുപത്രി കൈയൊഴിഞ്ഞ് ICUവിലൊക്കെ കിടന്ന അവസ്ഥയാണ്. നമുക്ക് രോഗം ഇന്നതാണ് എന്താണെന്ന് പറയാനും കണ്ടുപിടിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുത്ത് അമ്മ 63 വയസ്സ് വരെ ജീവിച്ചു. പണ്ടേ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. ഒരു നിത്യരോഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ആണും 1 പെണ്ണും. എൻ്റെ പെങ്ങളിപ്പോൾ 38ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. എന്നേക്കാൾ 8 വയസ്സ് ഇളയതായിരുന്നു. തൻ്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തോട്. അതിനു മുമ്പ് പെങ്ങൾക്ക് ക്യാൻസർ രോഗം വന്നിട്ട് വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ട് വിധി എഴുതി. പക്ഷെ ജെറമ്യാ 17:14 പറയുന്നുണ്ട്, കർത്താവ് എന്നെ സുഖപ്പെടുത്താൻ, അങ്ങ് സുഖപ്പെടുത്തിയാൽ ഞാൻ സുഖപ്പെടും, അങ്ങ് രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും, അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ. ഞാനും ആ വചനമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പെങ്ങൾ സുഖപ്പെട്ടു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, പടിപടിയായി മാറ്റങ്ങളും സൗഖ്യവും, ജോലിക്കൊക്കെ പോകുമായിരുന്നു. ജ്ഞാനം 16:12 പറയുന്നുണ്ട്, മരുന്നോ ലേപന ഔഷധമായാലും എല്ലാവരെയും സുഖപ്പെടുത്തിയ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വീണ്ടും തൻ്റെ 3ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി. ഡോക്ടർമാർ പറഞ്ഞ് പലരും ഉപദേശിച്ചു, കുഞ്ഞിനെ കളയണം, ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലേ ഉള്ളൂ എന്ന്. അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മ പോകും അല്ലെങ്കിൽ കുഞ്ഞ് പോകും. പക്ഷേ കുഞ്ഞിനെ കിട്ടി, നല്ല മിടുക്കൻ ആൺകുട്ടി. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കാരണം ഒരു കുഞ്ഞിനെ കൂടെ ഈ ലോകത്തിലേക്ക് തരണം എന്ന്. ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെ തരാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ജെറമ്യാ 29:11 പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ പെങ്ങളെക്കുറിച്ചും എല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിശ്ചിത ഉദ്ദേശത്തോടെ അല്ലാതെ അവിടുന്ന് ഒന്നും ചെയ്യില്ല. എഫേസസ് 1:4 പറയുന്നുണ്ട്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന, ഒന്നിലും ധൈര്യമില്ല, തീരുമാനം എടുക്കാൻ പറ്റാത്ത. പക്ഷേ അടിമുടി മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അന്ന് തൊട്ട് അപ്പൻ്റെ കള്ളുപടി മാറാൻ വേണ്ടി ഇറങ്ങിയ എന്നെ പരിശുദ്ധാത്മാവ് തലങ്ങും ബലങ്ങും എടുത്തുപയോഗിച്ചു. ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായിട്ടും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ ദൈവമഹത്വത്തിനായിട്ടാണ് ഇത് പറയുന്നത്. ഒരിക്കലും മറ്റൊരു ആംഗിളിൽ എടുക്കരുത്. കാരണം ദൈവം തന്ന അനുഭവങ്ങൾ പറയാൻ നിവൃത്തിയില്ല. പരിശുദ്ധാത്മാവെ നയിച്ചാലും അത്ഭുതങ്ങളും താക്കോലും. എൻ്റെ ജീവിത പങ്കാളി ജോളി. അപ്പോൾ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ അവസ്ഥയിൽ നിന്ന് ദൈവം ഇങ്ങനെയൊക്കെ ഇവിടം വരെ കടത്തിക്കൊണ്ടുവന്നു. എനിക്കും ഭാര്യയും 3 മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. അതിനിടക്ക് കഴിഞ്ഞ എൻ്റെ മകള് വിവാഹിതയായി. പക്ഷെ 1.5 വർഷം മാത്രം നീണ്ട ദാമ്പത്യം. എൻ്റെ മൂത്ത മകള് അവിടെ അവസാനിക്കുകയായിരുന്നു. ഗൾഫിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇങ്ങനെ ചവിട്ടുപടികൾ പോലെ ജീവിതത്തിൽ വെട്ടിയൊരുക്കലുകൾ ധാരാളം കടന്നു വന്നിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്തു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒത്തിരി മാർക്കോസ് 16:15 വേണ്ടി പറയുന്നു, വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല എന്ന്. എല്ലാം നന്മക്കായി തീർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അതുപോലെ കഷ്ടതകളും ഞെരുക്കങ്ങളും പല രീതിയിൽ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരുന്നു. എല്ലാം ദൈവം ഒത്തിരി ഉയർച്ചകളും അനുഗ്രഹങ്ങളൊക്കെ തന്നു. തകർന്ന് തരിപ്പണമായി കടബാധകളും സാമ്പത്തിക തകർച്ചകളും അടിക്കടി രോഗങ്ങളും ഉണ്ടായ അവസ്ഥയിൽ നിന്നെല്ലാം കയറിപ്പോന്നു. പള്ളിയിലൊക്കെ വിളിപ്പിച്ചു, ആളുകൾ കിടക്കപ്പുറത്ത് കൊടുക്കുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ നിധി കിട്ടി, വിളിച്ച് ചോദിക്കണമെന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ശല്യങ്ങളും കൊണ്ടും അച്ഛൻ വിളിച്ച് ചോദിച്ചു, എന്ത് നിധിയാണ് നിങ്ങളുടെ വീട്ടിൽ കിട്ടിയെന്ന്. ഏശയ്യാ 45:3 പറയുന്നുണ്ട്, ഇസ്രായേലിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിരിക്കുന്ന നിധികളും രഹസ്യത്തിലിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പണം മാത്രം അന്വേഷിച്ച, പണത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും മാത്രം പ്രാർത്ഥിക്കാതെ ആദ്യം പറഞ്ഞതുപോലെ ദൈവരാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. തകർന്ന തരിപ്പണമായി അല്ലെങ്കിൽ ചോർച്ചയും വിള്ളലും ഒക്കെ വീണ പഴയ ഓട് വീടിൻ്റെ സ്ഥാനത്ത് 90 ദിവസം കൊണ്ട് കർത്താവ് ഒരു പുതിയ ഭവനം തന്നു. ആർക്കും വിശ്വസിക്കാനാവാത്ത ചുറ്റുമതിലും ഗേറ്റും കാറും എല്ലാവിധ സൗകര്യങ്ങളും. പണ്ട് എന്ത് ചെയ്താലും ഗതി പിടിക്കില്ല, കടങ്ങളും ചീത്തപ്പേരും അവമാനങ്ങളും. അപ്പോൾ അപ്പനും പറയും, അപ്പൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ നശിച്ചും പോകുമ്പോൾ പറയും ഞാൻ ഉണ്ടാക്കും, ഞാൻ നശിപ്പിക്കും. നിങ്ങളാരാ ചോദിക്കുക, ഇനി ഉണ്ടാക്കും എന്ന് പറയും. ഞാൻ കുടിക്കും, ഇത് മാറാൻ പോകുന്നില്ല, എൻ്റെ രക്തത്തിൽ കിട്ടിയതാണെന്ന് പറയും. കാരണം അപ്പനും മദ്യപാനവും ആൽക്കഹോളിസം അതുപോലെ നിക്കോട്ടിൻ ഇതിൻ്റെയൊക്കെ അടിമത്തം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പനും പറയും
പറയുന്ന ഇതാണ്, നിങ്ങളാരാ ചോദിക്കാൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആണാകും എന്നുള്ള അല്ലെങ്കിൽ ആളാകും എന്നുള്ള ഒരു തെറ്റായ ദൃഷ്ടിയും തെറ്റായ കാഴ്ചപ്പാടുമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ അതുമല്ല അതിൽ വലുത് മാറും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അപ്പൻ്റെ മദ്യപാനം മൂലം തകർന്നിരിക്കുന്നവരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ കൊണ്ടിരിക്കുന്ന അവസ്ഥകളോ, നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്, മാതാപിതാക്കളൊരു ഉപകരണം മാത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇനിയും ഉപയോഗിക്കാനും മാറ്റങ്ങൾ വരുത്താനും ദൈവത്തിന് സാധിക്കും. അവർ നിരുത്തരവാദിത്തമുള്ളവരോ കലയിക്കുന്നവരോ രോഗികളോ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയുന്നവരോ ശപിക്കുന്നവരോ ആരുമാവട്ടെ, അപ്പൻ ശപിച്ചവനെ സ്വർഗം ഉയർത്തിയതായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ രണ്ടാം ക്രിസ്തു എന്ന് ഉയർത്തപ്പെട്ട് നമ്മൾ തിരുസഭാ ചരിത്രം മറക്കരുത്. അങ്ങനെ ഒത്തിരി വിശുദ്ധരുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അപ്പോൾ അവരുടെയെല്ലാം ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്കൊരു വിശുദ്ധയാകാനായിട്ട് പറ്റും. ഹെബ്രായർ 12:14 പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ ദൈവശുശ്രൂഷകളും പ്രാർത്ഥനകളും എല്ലാമായിട്ട് കടന്നു വരുമ്പോഴാണ് ചില വെട്ടിയൊരുക്കലുകളൊക്കെ. യോഹന്നാൻ 15:1-2 എൻ്റെ പിതാവ് കൃഷിക്കാരൻ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും. എൻ്റെ ശാഖകൾ ഫലം തരാത്തതിനോട് നീക്കിക്കളയും, ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടിയൊരുക്കും. ഇങ്ങനൊരു വെട്ടുമെന്ന് ഓർത്തില്ല. എല്ലാം നല്ല കത്തിജ്വലിച്ച് ഉയർന്ന് ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ ഒത്തിരി അഭിവൃദ്ധിയും അഭിമാനവും സൽപ്പേരും എല്ലാമായിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ പെങ്ങൾ ഗർഭിണിയായിരിക്കുന്ന അന്ന് രണ്ടാമത്തെ മകനെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ കൂട്ടിക്കൊണ്ടുവരാൻ പോയി വരുന്ന വഴി ആക്സിഡൻറ്റിൽ എൻ്റെ അപ്പൻ മരിച്ചു. അമ്മ ചോരയിൽ കുളിച്ച് ആപാത ചൂടം മുറിവുകളോടെ കഷ്ടി ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ വീണ്ടും അനേക വർഷങ്ങൾ ഇപ്പം തന്നെ മരിച്ചു പോകുന്ന അമ്മ 63 വയസ്സ് വരെ ജീവിച്ചു. അപ്പച്ചൻ അന്ന് തന്നെ മരിച്ചു. പക്ഷേ പ്രാർത്ഥനയിലായിരുന്നു. അന്നും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചായിരുന്നു. അപ്പനും ഒരുമിച്ചും പള്ളിയിൽ പോയതായിരുന്നു. കൊന്ത കയ്യിൽ നിറക്കത്തില്ല. അതുകൊണ്ട് അവർ വിശുദ്ധി നിറഞ്ഞ ഒരു യാത്രയായിട്ട് മാത്രമേ, ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നില്ല, പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയെ, അങ്ങനെ മാത്രമേ പറയാനത്തുള്ളൂ. അപ്പോൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസത്തെ ശുശ്രൂഷയിൽ പ്രസംഗത്തിൽ അപ്പം പറഞ്ഞത് മരണത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. എന്നിട്ട് രാജാതിരാജൻ മഹിമയോടെ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറ്, ആ പാട്ട് നെഞ്ചിന് കീഴ്പോട്ട് തളർന്ന വീൽ ചെയറിലിരുന്ന് പണ്ടേ മരിച്ചു പോകുമെന്ന് പറഞ്ഞ കുഞ്ഞുമ്പുറൂർ ഇപ്പോഴും ആയുസോടെ ദൈവകൃപയാൽ ജീവിച്ചിരിക്കുന്ന, നെഞ്ചിന് പോയിട്ട് തളർന്ന് അപകടം പറ്റി തളർന്നു പോയ, പക്ഷേ സുഖപ്പെടുത്തിയില്ലെങ്കിലും കൂടെ വസിക്കുന്ന ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആ ശുശ്രൂഷകൻ കുഞ്ഞുമോൻ ബ്രദറാണ് അന്ന് വന്നപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് ഒന്നും കൂടെ അടിച്ച് പൊളിച്ച് തുള്ളിച്ചാടി പാടാമെന്ന് പറഞ്ഞു. പാടി. അത് അവസാനത്തെ പാട്ടും അവസാനത്തെ ശുശ്രൂഷയായിരുന്നു. പിറ്റേ ദിവസം ആ സമയമായപ്പോൾ തലേ ദിവസത്തെ പ്രസംഗത്തിലെ വാക്കുകൾ നിറവേറിയതുപോലെ, വണ്ടിയിടിച്ച് മരിച്ചാൽ അത് ദുർമരണമല്ല, ആരെങ്കിലും തല്ലിക്കൊന്ന് വെള്ളത്തിയിട്ടാൽ ദുർമരണമല്ല, കുരിശിൽ തറച്ച് ആരെങ്കിലും കൊന്നാൽ ദുർമരണം, അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മരണം ദുർമരണമായേനെ. ഇതാ എത്രയോ വിശുദ്ധന്മാർ ഇതുപോലെ തോലുര്യപ്പെട്ടും അപകടങ്ങളിൽപ്പെട്ടുമൊക്കെ മരിച്ചുപോയ ശ്രേഷ്ഠന്മാർ സഭാചരിത്രത്തിലും ജീവിതത്തിലും ഉണ്ട്. അപ്പോൾ വിശുദ്ധിയില്ലാതെയും പാപത്തിലും മാനസാന്തരം ഇല്ലാതെ മരിച്ചു പോയാൽ അത് ദുർമരണമാണെന്നാണ് തലേദിവസം പ്രസംഗിച്ചത്. ആരെങ്കിലോടും കടുകുമണിയോളം വെറുപ്പുണ്ടെങ്കിൽ അത് കളഞ്ഞു പ്രാർത്ഥിക്കണമെന്നായിരുന്നു അപ്പൻ്റെ തലേദിവസ പ്രസംഗം. പിറ്റേ ദിവസം ആ സമയമായപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായി. നല്ലൊരുക്കമുള്ള ഒരുങ്ങി പ്രാർത്ഥിച്ച് മരണത്തെക്കുറിച്ച് ആ ദിവസമൊക്കെ നല്ല ഉൾക്കാഴ്ചയും പ്രസംഗവുമായിരുന്നു അദ്ദേഹം യാത്രയായത്. അങ്ങനെ അപ്പൻ്റെ മരണം കഴിഞ്ഞു. അതിനുശേഷമാണ് പെങ്ങൾ മരിച്ചത്, എൻ്റെ ഇളയ പെങ്ങൾ മരിച്ചത്. അമ്മയുടെ സ്ഥാനത്ത് കുഞ്ഞുനാൾ മുതലേ അമ്മക്ക് വയ്യായികളൊക്കെ കാരണം ഒരമ്മയുടെ പരിചരണ പോലെ അതിനെ കൊണ്ടുനടന്നതും വളർത്തിയതും പഠിക്കാൻ കൊണ്ടുപോയതും ആക്കിയതും ഒക്കെ മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു മൂത്ത ആങ്ങളെ എന്ന നിലയിൽ എന്നോട് ആ മകൾക്കുണ്ടായിരുന്നത്. പക്ഷെ മരിക്കാറായ സമയമായപ്പോൾ ഇവിടെ വന്നം കാണണം, നിൽക്കണം, അങ്ങനെയുള്ള ഒത്തിരി നിർബന്ധവും വാശിയൊക്കെ അങ്ങനെയൊക്കെ കണ്ടു, നിന്നു, കൂടി. അങ്ങനെയുള്ള അനുഭവങ്ങളും അതെല്ലാം ഒത്തിരി ആത്മീയ സന്തോഷം പകരുന്ന അവസ്ഥയാണ്. പക്ഷേ തമ്പുരാൻ വിളിക്കുമ്പോൾ പോയല്ലേ പറ്റൂ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പല വെട്ടിയൊരുക്കലുകളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭവനത്തിൽ കുക്കർ പൊട്ടിത്തെറിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം അത്ഭുതമായിട്ട് രക്ഷപ്പെടുത്തി. ഗുണ്ട് പൊട്ടുന്നത് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാനിങ്ങനെ പത്രം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ന്യൂസ് പിന്നെയും വായിച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് എല്ലാവരും കൂടി ഓടി ഈ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇത് കേൾക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ആ പൊള്ളലിൽ നിന്നും ആ
അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഹാളിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹാള് വരെയും എത്തുന്ന രീതിയിൽ കുക്കർ വന്ന് മുകളിൽ അടിച്ച് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ സേഫ്റ്റി വാൽവൊക്കെ ഇടക്ക് മാറ്റിക്കണം. അതുപോലെ ആ വിസിലില്ലേ അതിൻ്റെ അകത്ത് വേപ്പറയോ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ കയറണമെന്ന് കുത്തിയ ഊതിയൊക്കെ നോക്കിയിട്ട് വേണം വെക്കാം. കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നെന്ന് മാത്രം. ബ്ലോക്കായിരിപ്പുണ്ടെങ്കിൽ അതിലേറെ നിറഞ്ഞ് ഇത് ഗ്യാസ് പോകാതെ പൊട്ടിത്തെറിക്കാൻ ഭയങ്കര അപകടം പതിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അതും പറഞ്ഞ് ഇനി പേടിച്ച് കുക്കർ ഓടിക്കാതിരിക്കണ്ട. വെക്കുന്നതിന് മുമ്പ് എപ്പോഴും അത് അതിൻ്റെ ഒന്നും കയറി അടഞ്ഞിരിക്കുന്നില്ല എന്നാൽ മുകളിൽ വെക്കുന്ന വെയിറ്റും അതുപോലെ അതിൻ്റെ വെയിറ്റ് ഒന്ന് കുത്തിയൊക്കെ ഇതാക്കുക, കഴുകിയൊക്കെ എടുക്കുക. അതുപോലെ സേഫ്റ്റി വാൽവൊക്കെ ഇടക്കൊന്ന് കൊണ്ടുപോയി മാറ്റിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചു. അതിനു പുറമെ എൻ്റെ ശബ്ദം തടസ്സപ്പെട്ട തൊണ്ടയിൽ മുഴ, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ, FNAC ടെസ്റ്റ് ലൂർദ് ആശുപത്രി വരെ എത്തി. പല ആശുപത്രികളിൽ പല ക്ലിനിക്കുകളിലൊക്കെ മാറി കഴിച്ചു. പക്ഷേ അവസാനം ദൈവത്തിൻ്റെ കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് ആശുപത്രിയിൽ പറഞ്ഞു വിട്ട ഡോക്ടർ രോഗിയായി കിടന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മെസ്സേജ് കൊടുത്തതുപോലെ തന്നെ ആ ഡോക്ടർ, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ഡോക്ടർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. സൗഖ്യപ്പെട്ട് പോയി കാണാനും പ്രാർത്ഥിക്കാനും ഇടയായ എന്നെ കർത്താവ് ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായിട്ട് വല്ലവന് പുല്ലുമായുധം എന്ന് പറഞ്ഞ പോലെ അനുഭവിക്കാനുള്ള മുഴുവൻ അനുഭവിച്ചു. FNAC ടെസ്റ്റൊക്കെ കുത്തി തുളച്ചൊക്കെ എടുത്ത് അതെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പ്രശാന്തച്ചൻ ഇവിടെ വന്നപ്പോൾ അച്ഛനെ കൊണ്ട് NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും സ്തുതിച്ചു, വീട്ടിലുള്ളവരൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് വറ്റിപ്പോയി. ഇനി എന്തെങ്കിലും മരുന്ന് ചെയ്യണമെങ്കിൽ FNAC റിസൾട്ട് വരട്ടെ, ബയോപ്സി റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. അതുവരെയും പോകേണ്ടി വന്നില്ല. ഈശോ സൗഖ്യപ്പെടുത്തി. ഇതുപോലെ എനിക്ക് ഈ ഹെരണ്യയുടെ ഇത് പ്രസംഗിക്കുന്നവർക്ക് തന്നെയാണെന്നൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വേദികളിൽ തെളിഞ്ഞും മറഞ്ഞും കർത്താവിൻ്റെ ശുശ്രൂഷയും പാട്ടും ഒക്കെ ചെയ്യാനും, പാട്ട് പാടാനും ഓർഗൻ വായിക്കാനൊക്കെ, പാട്ടൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യവും കഴിഞ്ഞിട്ട് സമയമില്ല. അപ്പോൾ പക്ഷേ എങ്കിലും നമ്മുടെ ബാക്കി വെക്കുന്ന ആഗ്രഹങ്ങൾ പോലും ദൈവം നിറവേറ്റി തരും. ഇന്ന് ഗാനശുശ്രൂഷയോടൊപ്പം കീബോർഡും വായിച്ച് അതൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ലാതിരുന്ന അവസരങ്ങൾ ഈശോ അതിനെല്ലാം തക്ക വഴികളിലൂടെ വ്യക്തികളിലൂടെ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ആരോടും നമ്മൾ ആരുടെ അടുത്ത് യാചിക്കാനും ഒന്നും പോകണ്ട. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വ്യാപരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല. അപ്പോൾ കീബോർഡ് വായിച്ച് കർത്താവിനെ പല വേദികളിലും പല വിശുദ്ധ കുർബാനകളിലും പല ധ്യാനങ്ങളിലും ഗാനശുശ്രൂഷയോടൊപ്പം കീബോർഡ് വായിച്ച് മഹത്വപ്പെടും. ഒത്തിരി അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൊട്ടലും അടിക്കലൊക്കെ അമ്മക്ക് മരണവേദന മോക്ക് വീണവായന എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ സാഹചര്യത്തിൽ അസ്വസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുമല്ല നമുക്ക് പാട്ട് പഠിക്കാനൊന്നും, അപ്പോൾ കൊട്ടയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ശിക്ഷണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നവരാണ്. ഇന്ന് മക്കൾക്കും അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനും അവരും ഇതുപോലെ ശുശ്രൂഷയും കുടുംബസമേതം പോയി പല ധ്യാനവേദികളിലും ശുശ്രൂഷകളിലും അതുപോലെ ഗുഡ്നസ് ടിവിയും ഷാലോൺ ടിവിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി ടെലികാസ്റ്റ് ചെയ്യുന്ന അവസ്ഥകൾ. പക്ഷേ അതും ഒത്തിരി വിഷമകരമായി. ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നപ്പോൾ ഇവിടെ പള്ളി പണിയാൻ പോകണമെന്നും പറഞ്ഞ് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളൊക്കെ പറഞ്ഞു വരുത്തി ഇനി അനുഭവിക്കാനൊന്നുമില്ല, ഇത് ക്രിസ്ത്യാനികളുടെ തട്ടിപ്പാണ്, അതാണ് ഇതാണ്, എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ കഥകളൊക്കെ ആരെല്ലാം വരുന്നു, ആരെല്ലാം പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8:48 നീ ഒരു സമാരായക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ആൾ ദൈവമാണെന്ന് വരെയും പറയാൻ തുടങ്ങി. ഫ്ലെക്സ് വെച്ചു, ബോർഡ് വെച്ചു, പോസ്റ്റർ വെച്ചു, പോലീസിൽ കേസ് കൊടുത്തു, കമ്മീഷണർക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു. ഈ വക പരീക്ഷണങ്ങളിലൂടെ എല്ലാം പ്രഭാഷകൻ 2:1-3 എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക, നിന്റെ ഹൃദയ അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതറരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാം, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രഭാഷകൻ 2:1-3 വരെ കേട്ടോ. അപ്പോൾ ഈ വചനങ്ങൾ വീണ്ടും ലൂക്കാ 22:40 പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിനെന്ന്. 1 പത്രോസ് 5:8 പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ
വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുന്നു. ഫ്ലെക്സ് വെച്ചു, ബാനർ വെച്ചു, വഴിയിൽ എഴുതി, പുറത്തോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല, 1-2 കിലോമീറ്ററുകൾ ചുറ്റളവിൽ എവിടെ ഇറങ്ങിയാലും ഇങ്ങനത്തെ അവസ്ഥ. പക്ഷേ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന പോലെ തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, തമ്പുരാൻ തന്നെ വെച്ചവരെ കൊണ്ട് തന്നെ അത് മാറ്റിക്കാനും നീക്കിക്കാനും മൂടിക്കാനുള്ള വഴി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാർക്കോസ് 5:40 പറയുന്നുണ്ട്, അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നേക്ക് അവൻ ചെന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാർക്കോസ് 5:36 കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യും. പ്രതിസന്ധികളിലെല്ലാം ദൈവത്തോട് ചേർന്ന്. യാക്കോബ് 4:6-7 വചനങ്ങളിൽ പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കണം, അവിടെ നിന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ ഒട്ടി നിൽക്കണം, ചേർന്ന് നിൽക്കണം. 91-ാം സങ്കീർത്തനത്തിൽ 14-15, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, എൻ്റെ നാമം അറിയുന്നുണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും, വിളിച്ചപേക്ഷയുള്ള ഉത്തരമരുളും, കഷ്ടതയിൽ ചേർന്ന് നിൽക്കും, മോചിപ്പിക്കും, മഹത്വപ്പെടും, ദീർഘായുസ് നൽകി സംതൃപ്തനാക്കും. വിശ്വാസത്തോടെ വേണം എല്ലാ ദിവസവും സങ്കീർത്തനം 91 പ്രാർത്ഥിക്കാൻ. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഇതാ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത മുഴ, തൈറോയ്ഡ് മരുന്ന്, ഒരു വിറ്റാമിൻ ഗുളിക പോലും കഴിക്കുന്നില്ല, പൂർണ്ണമായിട്ട് ഈശോ സുഖപ്പെടുത്തി. വീണ്ടും ഹെരണ്യയുടെ ഈ ഒരു വശം ആദ്യം ചെയ്യണം, മറ്റേ വശം പിന്നെ ചെയ്യണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. മെഷ് വെക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഇതാ ചെയ്യാതെ പറ്റത്തില്ല. പ്രസംഗിക്കുന്നവർക്കും വെയിറ്റ് എടുക്കുന്നവർക്കും ഒക്കെ വരുന്ന ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? ഈശോയ്ക്ക് വിട്ടുകൊടുത്തു, പ്രാർത്ഥിച്ചു. എല്ലാം ഇങ്ങനെ എല്ലാത്തിൽ കൂടെ കടത്തിക്കൊണ്ടുവരും, എന്നിട്ടത് മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യെശയ്യാ 30:20-21 പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരുവിൽ നിന്ന് മറഞ്ഞിരിക്കും. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്നൊരു ഇതാണ് വഴി, ഇതിലെ പോ. കർത്താവ് വഴി നടത്തും. കഷ്ടതകളിലും സഹനങ്ങളിലും തീച്ചുളയിലെല്ലാം ദാനിയേലിനെ സംരക്ഷിച്ച ദൈവമല്ലേ? അപ്പോസ്തലന്മാർക്ക് വഴി തുറന്നു കൊടുത്ത, കാരാഗൃഹം തുറന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം? അതെ, നമ്മുടെ ദൈവം. അതെ. വീണ്ടും മക്കളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, ചെറിയ കുട്ടികളായിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യ കുമ്പസാരിക്കാനായിട്ട് ആശ്രമം പള്ളിയിലേക്ക് പോകുന്ന വഴി ബൈപ്പാസിൽ വെച്ച് വശം മാറി വന്നിട്ട് റോങ് സൈഡിൽ വന്നിട്ട് ഒരു ബൈക്കുകാരൻ വന്ന് ബാങ്ക് തുറക്കാൻ പോയതാണ്, നേരം വൈകി പോയി. ആ വെപ്രാളത്തിൽ പോകുമ്പോൾ എന്തോ ഒരു മൂടപ്പെട്ട അവസ്ഥ, എൻ്റെ ഭാര്യയെ ഇടിച്ച് പൊക്കി റോട്ടിൽ വീണു. ഐസിയുലൊക്കെ കൊണ്ടുപോയെങ്കിലും ദൈവകൃപയാൽ ഒന്നുമില്ലാതെ മുഴച്ചും വീർത്തൊക്കെ വന്നു തലയുടെ പുറകിലൊക്കെ. പക്ഷേ പൊങ്ങി വന്നതുപോലെ തമ്പുരാൻ അതെല്ലാം താഴ്ത്തി. പുറത്തൊരു മുറിവുകളൊന്നുമില്ല, ഇടിച്ച് പൊങ്ങി താഴെ വീണു. നല്ലോണം പറ്റിയിട്ടുണ്ടെന്ന് കണ്ടവരെല്ലാം പറഞ്ഞു. പക്ഷേ അതെല്ലാം ഇങ്ങനെ തടകി തലോടി വിടുന്നത് പോലെ കർത്താവ് സൗഖ്യപ്പെട്ട് സുഖപ്പെടുത്തി വിട്ടു. പക്ഷേ അവിടം കൊണ്ടും തീർന്നില്ല. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ പറ്റുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിട്ട് അവൾ നടയിൽ വന്നിരുന്ന് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ച് ആശ്വാസം കിട്ടി. പക്ഷെ സംഭവിക്കാനുള്ള കാര്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. എനിക്ക് അങ്ങനെ സംഭവിച്ച് വലത് കാല് ഒരു റേസിംഗ് ബൈക്ക് വന്ന് എൻ്റെ കാല് വെക്കുന്ന സ്ഥലത്ത് ഇടിച്ച് എന്നെ കോരി തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷേ സ്ട്രാപ്പ് പോലും വള്ളി വെട്ട് കിടന്നേച്ചു. തലയിൽ നിന്ന് ഹെൽമെറ്റ് തെറിച്ചു പോയില്ല. കുറേ ദൂരം റോട്ടിലൂടെ ഹെൽമെറ്റ് നിരങ്ങി. പക്ഷേ എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, കണ്ണാടി കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ആശുപത്രിയിലും മുഖമൊന്നും പറ്റിയില്ലല്ല എന്ന് പറഞ്ഞ്. പക്ഷേ ആകെ 5 പഞ്ചീസായിട്ട് എല്ലക്കൊടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 8 പീസും 20 ചെറിയ പീസും എന്നാണ് ഓർത്തോ ഡോക്ടർ പോൾ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും പറഞ്ഞതും പ്രവചിച്ചതിൻ്റെ അപ്പുറം പറഞ്ഞ കാലാവധിക്ക് മുമ്പേ ആ ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട കാലും വെച്ച് ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷകളുടെ ഇത്രയും അനുഗ്രഹവും അഭിഷേകവും അത്ഭുതം നിറഞ്ഞ സഹനം വെച്ച് പ്രാർത്ഥിച്ച നാളുകൾ ഒരിക്കലും മറക്കത്തില്ല. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കുന്ന ബോധമുള്ള മനുഷ്യൻ പറയും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കപ്പെടാനും ശുശ്രൂഷ കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഇടയായിട്ട്. ഒന്ന് പ്രാർത്ഥിച്ചേക്ക് ബ്രദറെ എന്ന് പറയും. അവിടെ എല്ലാം കർത്താവിൻ്റെ നാമമാണ്. പിന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10 കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്, നീതിമാന്മാർ അതിൽ ഓടിക്കയറി രക്ഷപ്പെടും. പ്രയാസവും പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ നാമം നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കും. മത്തായി 1:21 പറയുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതുപോലെ 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ
മോചിപ്പിക്കുമെന്ന്. അതുകൊണ്ടും കഴിഞ്ഞില്ല. ആ കാലൊടിയുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടങ്ങളിൽ എൻ്റെ ഭാര്യ ഒരാളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഒരു സഹായം ചെയ്തതാണ്. 5 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ച് അത് തെളിയാത്തത് കൊണ്ട് ചേറ് പോലെ ഇരിക്കുന്ന അവസ്ഥ അടപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ അവർ പറഞ്ഞു. വെയിലത്ത് വെക്കാൻ പറഞ്ഞു, തെളിഞ്ഞില്ല. അടപ്പത്ത് വെച്ച് വെട്ടി തിളക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇറക്കി വെക്കാൻ പറഞ്ഞു. ഇറക്കേണ്ടി ഒന്നും വന്നില്ല. ആ തിളച്ച സമയത്ത് തടത്തുണി തെന്നിപ്പോയി. 50 ഗ്രാം പോലും ബാക്കിയില്ലാതെ മുഴുവനും, ഞാനും ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയുടെ 2 കൈയിലേക്കും ബാലൻസ് തെറ്റി തെറിച്ച് വീണ് അവസാനം മുഴുവൻ തെളിച്ച ആ വെളിച്ചെണ്ണയാണ് മാതാവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു. ഉപ്പ് വെള്ളമൊക്കെ കലക്കി അതിലൊക്കെ മുക്കി. മോന അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് മോനും മാത്രം അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അവൾ കരഞ്ഞത് ഈ ഒരു കാര്യം. ഞാൻ വരുമ്പോൾ എന്നെ ആരോ വിളിച്ചു വരുത്തി. ഞാൻ ഓടി വന്നപ്പോൾ എൻ്റെ കൈ പോയി എന്നും പറഞ്ഞിട്ടാണ്. വെന്തുപോയി. ഞാൻ എൻ്റെ കൊച്ചുങ്ങളെങ്ങനെ നോക്കും? മാതാവിൻ്റെ നടയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇനി സ്ത്രീകൾക്ക് സൗന്ദര്യം ഏറ്റവും വലുതാണ്. പക്ഷേ ഇനി ഇത് മാറിയാലും ഇങ്ങനെ കോമളച്ചൊക്കെ വന്നത് ഒരു പാട് പോലും ഇല്ല, ഒരു പാണ്ട് പോലും ഇല്ല. അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അന്നേ ദിവസം ഞാൻ എത്തുന്നതിന് മുമ്പേ ഇവിടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്ന ഒരു സ്ത്രീ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നവരെ ഒരു പ്രതിഫലവും മേടിക്കാതെ എല്ലാ ദിവസവും വന്നു. മാതാവ് വന്ന് സഹായിച്ചിട്ട് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ അവരുണ്ടായിക്കൊണ്ട്. അപ്പോൾ പൈസ കൊടുക്കണം, എന്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ എല്ലാം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിനൊന്നിനും വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. ആ സമയത്ത് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് കണ്ടിട്ട് മടങ്ങി പോകാനല്ല, ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ വന്നെങ്കിലും ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. എല്ലാ ദിവസവും സ്കൂട്ടർ ഓടിച്ച് വന്ന് ഈ കുടുംബത്തിൽ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരമ്മ ഇവിടെ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്ത് തന്നിട്ട് പൂർണ്ണമായിട്ട് അത് മാറുന്നത് വരെ വന്നിട്ട് ഒരു പ്രതിഫലവും സമ്മതിച്ചില്ല കൊടുത്തിട്ടും. അതിനുവേണ്ടിയാണെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു, ഞാൻ അങ്ങനത്തെ ആളല്ല എന്നും പറഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിനും പുറമെ ഞാൻ ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് മകനിങ്ങനെ ഇവിടെ മുയലിനെ വളർത്തുന്നുണ്ടായിരുന്നു. മുയലിന് വേണ്ടി പുല്ല് പറിക്കാൻ പോയി. അപ്പം മടിയം മല ഞമ്മക്കെന്ന് പറഞ്ഞ പോലെ ഒറ്റടിക്ക് കുറേ പുല്ലിങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ആ റോള് പോലെ എടുത്തിട്ട് അത് കഷത്തിൽ വെച്ച് സൈക്കിളും ചവിട്ടി ഞങ്ങളിങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്യും. ഇവിടെ എന്താണ് അങ്ങനെ പറിച്ചെടുക്കുന്നതിന് പകരം ചുരുട്ടി റോള് പോലെ എടുത്തിട്ട് വന്ന് താഴോട്ടിട്ടതും അതിൻ്റെ അകത്തുനിന്ന് ഒരണലിപ്പാമ്പ് മുറ്റോടിച്ചിട്ടുണ്ടെന്ന് ഭാര്യ ചാടി ഓടി ഇങ്ങോട്ട് പോയിന്നറിയാം. ഞാൻ ജനൽക്കൂടെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ പ്ലാസ്റ്റർ ഇട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ എന്തു ചെയ്യും? പക്ഷെ അവൻ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്തു. അണലിപ്പാമ്പിൻ്റെ ചുരുട്ടി കയ്യിൽ കഷത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു കൈയും പിടിച്ച് സൈക്കിളിൽ ഒട്ടി വന്നത്. എന്തുകൊണ്ടത് പിടച്ചില്ല, ചാടിയില്ല, ഉപദ്രവിച്ചില്ല? പട്ടി അടിക്കുന്നത് പോലെ കടിച്ചതന്നെ. അണലിപ്പാമ്പിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ദൈവം രക്ഷിച്ചു. ഇതുപോലെയുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പലതവണ കടന്നു വന്നു. പല വിധത്തിലുള്ള സഹനങ്ങളുണ്ടായി. പ്രഭാഷകൻ 2:5 സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. മത്തായി 13:57 പറയുന്നുണ്ട്, പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. അതുപോലെ കാരണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാതെ വലിയ കൂട്ടം കൂടുന്നവരും എതിര് പറയുന്നവരൊക്കെ ഉണ്ടാകാം. 2 തിമോത്തി 4:16 എൻ്റെ ന്യായവാദ്യങ്ങൾ ഞാൻ ആദ്യം അവസാനിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു, എല്ലാവരും എന്നെ ഉപദേശിച്ചു, ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്ന്. അപ്പോൾ യേശുവിന് എത്രയോ തവണ തിരസ്കരണങ്ങൾ ഉണ്ടാകാം. കാരാഗൃഹവാസങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥകൾ പോലും ഉണ്ടായേക്കാം. പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു കുടുംബത്തിൻ്റെ വഴക്ക് തീർക്കാനായിട്ട് ഭാര്യാഭർത്ത് പ്രശ്നം തീർക്കാനായിട്ട് ഊർജിതമായിട്ട് ഇടപെടാനുള്ള അപേക്ഷയിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവസാനം അവർ കള്ളക്കേസ് ഉണ്ടാക്കി. അവർ വിചാരിച്ചതുപോലെ പൈസ അടിക്കാൻ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് കള്ളക്കേസാക്കി ആക്രമിക്കാൻ വേണ്ടി വന്നു. അത് വന്ന് കാല് പിടിച്ച് ഒരു കേസ് അങ്ങനെ. അപ്പോൾ ഭാഗ്യത്തിന് ദൈവാധീനം കൊണ്ട് SI എല്ലാം അറിയാവുന്നവരും നമ്മുടെ ശുശ്രൂഷ ദൈവം ഇതിനകം ദൈവം ഒത്തിരി ശുശ്രൂഷകളിൽ ജയിൽ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ വർക്കായിട്ട് ബന്ധപ്പെട്ടും മോശം ക്ലാസ്സുകളിലൊക്കെ ഒരു വശത്ത് സഹനങ്ങളും മറുവശത്ത് ഒത്തിരി പുതിയ വഴികൾ ബന്ധങ്ങൾ ദൈവം തുറന്നു വന്നു. ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാനും ധ്യാനത്തിനൊക്കെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും പ്രത്യേകമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷാ മേഖലയും ഇതൊരു കടുകട്ടി സാഹചര്യമാണ് എന്ന് അവർക്ക്
മനസ്സിലായി. മാർക്കോസ് 8:11 ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം, പരീക്ഷണങ്ങളുണ്ടാകും, അടയാളങ്ങൾ ചോദിക്കും, ഇല്ലാവചനങ്ങൾ പറഞ്ഞ് പരത്തും, പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ദേഹോപദ്രവം ചെയ്യാൻ ഇപ്പം യേശുവിനെ ഒരു സേവകൻ അടിച്ച്, ദൈവം സഹായിച്ച് വഴക്ക് തീർക്കാൻ മറ്റൊരു കുടുംബത്തിൽ, അതിൽ പിന്നെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകില്ല, വലതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. വഴക്ക് തീർക്കാൻ പറഞ്ഞ് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. പിശാചിന് ഏറ്റവും അലർജിയുള്ള കാര്യം അലറിക്കൊണ്ട് അടിക്കട അവനെന്നും പറഞ്ഞ് വന്ന സംഭവങ്ങൾ. പക്ഷേ ഒരു മണ്ണ് കിള്ളിയിടാൻ ദൈവം ഇടയാക്കിയില്ല. അതിൽ നിന്നെല്ലാം തമ്പുരാൻ പൊതിഞ്ഞ് സംരക്ഷിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ആ ഉപദ്രവിക്കെന്നും പറഞ്ഞു വന്നവരെ ഫോട്ടാശ്രമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതിൻ്റെ മധ്യേ കയ്യും കുപ്പി പിടിച്ച് എഴുന്നേക്ക് ഭാര്യയും ഭർത്താവും എഴുന്നേറ്റിരിക്കുന്നു. അവരുടെ വീട്ടിലെ വഴക്ക് തീർക്കാൻ വേണ്ടി വിളിച്ചിട്ട് ക്ഷമിക്കാൻ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കാൻ പറയാം, നീ ആരാണ്? അതായത് ക്ഷമിക്കാൻ പിശാചിന് ഏറ്റവും അലർജിയുള്ള കാര്യം. ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ അവൻ സർവ്വശക്തിയോടും കൂടെ അലറും. ഞാനൊരിക്കൽ ഫോട്ടാശ്രമത്തിലെ അനുദിന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഓർക്കുകയാണ്. നമ്മുടെ പാട്ടുകാരൻ വൈക്കത്തുകാരൻ ബെന്നി ബ്രദറാണ് അവിടെ സ്റ്റേജിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നു ക്ഷമേനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ആൾക്കൂട്ടം നിന്ന് അലറിക്കൊണ്ട് സ്റ്റേജിന് മുമ്പിൽ വന്ന് പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവസാനം ജനത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല, അലറിക്കൊണ്ട് ആ മുമ്പിലത്തെ ഒരു കസേരയിൽ ആരോ പിടിച്ച് ഇരുത്തി. എന്താ ഇവർ കാണിക്കുമെന്ന് അറിയില്ല. അവർ പറയുന്നത് ഇവൻ ക്ഷമിക്കുമെന്ന് പറയുന്നു. ഇനി എന്ത് ക്ഷമിക്കണമെന്ന് പറയുന്നത്, ഇനി എനിക്കൊന്നുമില്ല കൊടുക്കാനോ എന്ന് പറഞ്ഞു. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് തല അടിച്ച പോലെ അലറി അവിടെ ഇങ്ങനെ തളർന്ന് അതിൽ കിടന്നു. പുറത്ത് വന്നപ്പോൾ കരഞ്ഞ് കാലുപിടിക്കാൻ വേണ്ടി വന്നേക്കണേണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. കാരണം ക്ഷമിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നിൽ എന്തോ വിട്ടുപോയതുപോലെ എന്തോ ഒരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷാമധ്യേ പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരുമകളെ പീഡിപ്പിക്കുന്ന അമ്മായിയമ്മ, കുടുംബ പ്രശ്നം ഉണ്ടാകുന്ന അമ്മായിയമ്മയോട് അമ്മായിപ്പനോട് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞുള്ള ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നു. പക്ഷേ ദൈവം ഇതിലെല്ലാം പഞ്ഞിക്കട്ട പോലെ തമ്പുരാൻ പൊതിഞ്ഞ് സംരക്ഷിച്ചു. ഇന്നും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അപവാദങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, പ്രസംഗത്തിൽ എതിർപ്പുണ്ടാവും. ചിലപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവനാരടാ എന്ന് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, ഈ വാക്കുമൂലം യഹൂദരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അലർജി ഉണ്ടാകുന്നവരുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 23:10 തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. യോഹന്നാൻ 10:19 അപ്പോസ്തല പ്രവർത്തനം 23:10 ഈ രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിച്ചു കീറാൻ വരുന്ന, അല്ലെങ്കിൽ നീ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള നിനക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ. ചില അനീതികൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ആത്മീയ ഉപദേശങ്ങളൊക്കെ കൊടുത്തപ്പോൾ സഹനങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യേ ഇന്ന് കൂടുതൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനും ഈശോയ്ക്ക് കുടുംബസമേത ശുശ്രൂഷ ചെയ്തു പോകാനുള്ള കൃപ തരുന്നു. അപ്പൻ്റെ കള്ളുകൂടി മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ ആദ്യമായിട്ട് ഇറങ്ങിയത്. 15 വർഷം അപ്പച്ചൻ വീണ്ടും ജീവിച്ചിരുന്നു. മുഴുവൻ സമയ ശുശ്രൂഷകനായിട്ട് അപകടം പറ്റി മരിക്കുന്നതുവരെ ജീവിച്ചു. അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അനേകർക്ക് വേണ്ടി ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയും കൊണ്ട് എല്ലാവരും വന്നത് ഓർക്കുകയാണ്. പാമ്പ് കടിയേറ്റ മകൻ അവസാനം അതിൽ നിന്ന് സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ച അവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും. രാത്രി വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് പോയി പോകലെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പോയിട്ട് അവസാനം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അപകടത്തിൽപ്പെട്ട മകൻ്റെ ചലനമറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും? ദൈവവചനത്തിലൂടെ കടന്നാൽ എന്തിനും പറഞ്ഞു കൊടുക്കാൻ പരിഹാരമുണ്ട്. കാരണം നമ്മളും സഹനങ്ങളിലും വേദനകളിലൂടെ കർത്താവ് നമ്മളെയും കടത്തിക്കൊണ്ടുവരുന്നത് സമാന വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാട്, അല്ലെങ്കിൽ പ്രായമത്തിന് മുമ്പ് ദുഃഖിക്കുന്നവരുടെ ആ വേദനകൾ, വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളതിലൂടെ അപകടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിന്ദാപമാനങ്ങളിലൂടെ, കുത്തുവാക്കുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അഗ്നിപരീക്ഷകളും പരിശോധനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം ദൈവം ശക്തി തന്ന് ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമം, റോമ 10:9, യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്ന് ധൈര്യത്തോടെ
പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇന്ന് പറയാനായിട്ട് സാധിക്കുന്നെങ്കിൽ ഇതാ അനേകർ കടന്നു വന്ന് അവർക്ക് വേണ്ടി ആ ശുശ്രൂഷകൾ ചെയ്ത് ജാതി മത ഭേദമന്യേ ഒരു ശുശ്രൂഷകൻ ഒരിക്കലും തൻ്റേതല്ല, ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല. ഇതാ യേശു കർത്താവ്, യേശു എല്ലാവർക്കും രക്ഷൻ. ആ ശുശ്രൂഷ ജാതി മതഭേദമന്യേ ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ അത് കിട്ടാത്ത അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു. ഇനിയെല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനകളിൽ പങ്കുചേരുന്നതോടൊപ്പം ജീവിതത്തിൽ എങ്ങനെ എല്ലാം സഹനങ്ങളുണ്ടാവുമ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഇതുവരെ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു. മത്തായി 16:24 പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കിടക്കയുമെടുത്ത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക തൻ്റെ കുരിശുമെടുത്തുകൊണ്ട്, തളവാതിലൊക്കെയാണ് ഈശോ കിടക്കയുമെടുത്ത്, കുരിശുമെടുത്തുകൊണ്ട് ക്യാരി യുവർ ക്രോസ് ആൻഡ് കം ആഫ്റ്റർ മീ, ഫോളോ മീ, ഈശോയുടെ പിന്നാലെ വരാനായിട്ട് 2 കൊരിന്തോസ് 1:8 പറയുന്നുണ്ട്. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാക്കത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ഇതുപോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ, രോമം കത്തിരിക്കാൻ പോകുന്ന അവയെപ്പോലെ എല്ലാം പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് എതിർപ്പുകളുണ്ടാകും, കൂട്ടുകാരിൽ നിന്നുണ്ടാകും, കൂടപ്പിറപ്പങ്ങളിൽ നിന്നുണ്ടാകും. പഴയ നിയമത്തിലെ ജോസഫിനെ ആദ്യമേ പരീക്ഷിക്കപ്പെട്ടത് സ്വന്തം കൂടപ്പിറപ്പങ്ങളാണ്. അസൂയ മൂത്ത് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞതും അവിടെ നിന്ന് വലിച്ച് ഇസ്മായേലർക്ക് വിറ്റതുമെല്ലാം. പക്ഷേ ഈ പരീക്ഷണങ്ങളിലുമെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അവമാനകരമായ വാക്കുകൾ കേൾക്കാം, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോത്തിഫറിൻ്റെ ഭാര്യ എല്ലാ വചനങ്ങളും പറഞ്ഞു. ഉൽപ്പത്തി 39:14 നമുക്ക് അപമാനം വരുത്താൻ ഇതാ ഒരു എബ്രായനെ കൊണ്ടുപോയി, എന്നോടത് ശയിക്കാൻ അവൻ എന്നെ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഉൽപ്പത്തി 39:14. അപ്പോസ്തലപ്രവർത്തനം 28:4 കാണുന്നുണ്ട്, ഈ മനുഷ്യൻ കൊലപാതകിയാണെന്നതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. പൗലോസിനെ കൊലപാതകി എന്ന് വിളിച്ചു. ഇനിയും വലുത് പറയാനുണ്ട്. അതുകൊണ്ട് അപദൂഷണങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം, നിന്ദാവമാനങ്ങൾ, സഹനങ്ങൾ, ശാരീരികമായ പീഡനങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, ഇതിലൂടെ എല്ലാം യേശുവിനെ പ്രതി എല്ലാം സഹിച്ച് പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഈ ശുശ്രൂഷാ ജീവിതം മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഓർക്കുമ്പോഴെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഈ കുടുംബത്തെ, ഈ സെയിൻറ്റ് മേരീസ് പെയർ മിസ്റ്റിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഇവിടെ കടന്നു വരുന്ന പ്രാർത്ഥന അയക്കുന്ന എല്ലാവർക്കും വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.